വാവ്, ഇപ്പൊ തന്നെ ലേറ്റാ. പോവാം. സോറി. താനൊന്ന് സെറ്റായിട്ട് പറയാന്ന് വിചാരിച്ചിരുന്നതാ. ഇന്നലെ നൈറ്റ് ഞാൻ ഫ്ലാറ്റിൽ പോയപ്പോ അപ്പ ഉണ്ടായിരുന്നു. ഒന്ന് പൊട്ടിക്കുമെന്നാ വിചാരിച്ചെ. പക്ഷെ ആള് കൂളായിരുന്നു. പിന്നെ തന്നെയും കൂട്ടി ഞാൻ ഡ്രാമ കളിക്കായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്നു. പക്ഷെ എന്തൊക്കെയായാലും ഏത് നരകത്തിലേക്ക് വേണമെങ്കിൽ പോയിക്കോന്നൊരു പെർമിഷൻ കിട്ടി. ധൈര്യമായിട്ട് ചെല്ലടോ. താൻ കംഫർട്ടബിൾ ആണെന്ന് പറയുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇറങ്ങി പോര്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. Please, ma'am. Thank you so much. Thank you. Hi, sir. ഏയ് സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി. ടിക്കറ്റ് ബുക്ക് ചെയ്തു. 21st നൈറ്റ്. പറഞ്ഞില്ലല്ലോ ക്ലിൻറ്റോണിക്ക വിശേഷം. ആ ചന്ദ്രശേഖരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള എംപ്ലോയീസിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടുപോയി. ചിലപ്പോൾ അതിനായിരിക്കും എന്നെ അന്വേഷിച്ച് പോലീസ് കൊണ്ടുപോയി. താനൊരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് വിട്ടു. അപ്പൻ്റെ മനസ്സ് പറഞ്ഞതിന് മുമ്പ് അതൊക്കെ എഴുതി വാങ്ങിക്കാൻ നോക്കും. എന്നിട്ട് തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഇനിയിപ്പോൾ അത് ലേറ്റ് ആക്കണ്ട. അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷെ താൻ ഇനി എന്ത് ചെയ്യും? എന്നെ ഓർത്ത് താൻ ഇനി ടെൻഷൻ അടിക്കണ്ട. ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം. താൻ ആരാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഓമനക്കൂട്ടനാണെന്നും താൻ ആരാണെന്നും തിരിച്ചു ചോദിക്കാനുള്ള ബോധമൊക്കെ എനിക്ക് വന്നില്ലേ. ബാക്കി ഞാൻ കണ്ടുപിടിച്ചോ. എങ്ങനെയെന്ന് എനിക്കറിയില്ല. എങ്ങനെയും കണ്ടുപിടിക്കും. കാര്യം തന്നെ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതൊക്കെ ആണെങ്കിലും എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ. തന്നെ ഇപ്പൊ ആരെയാ ഞാനൊന്ന് ഏൽപ്പിക്കുക? ഫിലിപ്പ് ലാമൂഡ്. അതെ, ആര്? റിസപ്ഷനിലൊക്കെ ആയിട്ട് പാര. മേഡം മേഡം ഇന്നലെ മേഡത്തിന്റെ കൂടെ വന്ന ആ ബർത്ത്ഡേ മുട്ടാളാ, അവനെ പറ്റി പേസാതെ. എന്ത് പറ്റി? ബർത്ത്ഡേ ഡിന്നർனு சொல்லிட்டு ஹோட்டல்ல கூப்பிட்டான். அதுக்கப்புறம் അയാൾ ഇപ്പോ എവിടെയുണ്ട്? எனக்கு அப்படி தெரியும். നീ എന്തൊക്കെയാ ചോദിക്കണേ? വാ. അയാൾ ഇന്നലെ എവിടെയൊക്കെ പോയെന്നറിയോ? ഞാൻ എന്നാ അവൻ പൊണ്ടാട്ടിന്ന് നിனைச்சியா? ഇന്നാ ഇതെടുത്തോ. അതെ, ശരിക്കും ഇന്നലെ ഹോട്ടലിൽ എന്താ സംഭവിച്ചത്? അല്ല, വൃത്തികേട് എന്തെങ്കിലും ആണെങ്കിൽ പറയണ്ട അല്ലേ? കാലിൽ എന്താ പറ്റിയേ? എന്താണോ നീ എന്ത് വിചാരിച്ചടി? ഈ ഒടിഞ്ഞ കാലം വെച്ച് ഞാൻ ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണ്ട് കൂടി കിടക്കുമെന്നോ? മൂർക്കം പാമ്പിന്റെ അടി നീ കാലൊടിച്ച് നോവിച്ചു വിട്ടത്.
കുബേയുടെ കൂടെയാ ദൈവം. അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി നീ എൻ്റെ മുന്നിൽ വന്ന് ചാടില്ല. എൻ്റെ ഈ ചുള്ളിക്കമ്പ് പോലത്തെ 2 കാലും ഒട്ടിക്കുന്നേ, എന്നിട്ട് ഈ മുറി തന്നെ അഡ്മിറ്റ് ആക്കാതെ വിടില്ലേ? നിന്റെ വലത്തെ കാല്. ಹಲೋ ಹೇಳಿ ಮೇಡಮ್. ಹೌದು ಮೇಡಮ್, ಇಲ್ಲಿ ಕೆ ಆರ್ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಏನೋ ಸಣ್ಣದಾಗಿ ಗಲಾಟೆ ಆಗಿ ಸ್ವಲ್ಪ ಜನ ಕರ್ಕೊಬಂದಿದ್ದೀವಿ ಮೇಡಮ್. 5 ಜನ ಇದ್ದಾರೆ ಮೇಡಮ್. ನೀವೇನು ಬರೋದು ಬೇಡ ಮೇಡಮ್, ನಾವೇ ಎಲ್ಲ മാനേജ് ಮಾಡ್ತೀವಿ മേഡം. ഓക്കെ മേഡം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞു തീർക്കണം. മേഡം വന്നു കഴിഞ്ഞാൽ അടിച്ച് തീർത്ത് കളയും. കാലൊടിഞ്ഞു കിടക്കുന്ന എന്നെ കാണാൻ വന്ന സാറേ ഇവര് 1-2 പറഞ്ഞു വെറുതെ തമാശ. അയ്യോ ഇതാണോ മാഡം? ಹಾಸ್ಪಿಟಲಲ್ಲಿ ಗಲಾಟೆ ಮಾಡಕ್ಕೆ ಯಾರೋ ನಿನಗೆ ಲೈಸೆನ್ಸ್ ಕೊಟ್ಟರು? ಅಲ್ಲ ಮೇಡಮ್, ಅವರು ನಮ್ಮ ಫ್ರೆಂಡ್ಸ್. ಸ್ವಲ್ಪ ಫ್ಯಾಮಿಲಿ ಮ್ಯಾಟರ್ ಡಿಸ್ಕಸ್ ಮಾಡುವುದು. ಯಾಕೆ ಮರ್ಯಾದೆಯಿಂದ ಬದುಕಾಗಲ್ವಾ? ಹೌದು, ಯಾಕೆ ಸುಳ್ಳಿಸ್ತಿದೀಯಾ? ಕುಬೇರ ಕುಬೇರ കുബേരെ അതെ സർ, സർ ഞാൻ ഓമനക്കുട്ട, സാർ എന്നെ അറിയൂ? ಅದು ಹಾಸ್ಪಿಟಲಲ್ಲಿ ಪಲ್ಲವಿ ರೈಟ್? യെസ് സർ. ಅವರ ಹೆಸರು ಪಲ್ಲವಿ. സർ, എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്, ഫ്രണ്ടാണ്. പക്ഷെ ഞങ്ങളൊരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല സർ. അവരാണ് ഉപദ്രവിക്കാൻ. ഫ്രണ്ടിന്റെ പേരെന്താ? ഓമനക്കുട്ടൻ. വിച്ച് ഓമനക്കുട്ടൻ? You mean this guy? അതെ സർ. എനി പ്രോബ്ലം സർ? He is not ഓമനക്കുട്ടൻ. No, Mr. SP. You got enough to look for. Do that and don't raise this issue again. Yeah, sure. സർ, Cigarette. സർ പിൽസാണ്. ഇതാ സർ. ഞാൻ പോയിക്കോട്ടെ പ്ലീസ് സർ. പ്ലീസ് പേടിയാണ്.